السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على من لا نبي بعد وعلى آله وأصحابه الموفين أحدا أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتبع سبيل من أناب إلي وإلي المصير. قال نبيكم صلى الله عليه وسلم: أصحابي كالنجوم فبأيهم اقتديتم اهتديتم. ما لي ملاذ ولا دخر ألوذ به ولا عماد ولا حرص سوى الله أرجوه سبحانه ألا تخيبني لن فحسبي ما أرجوه في الله. സർവാദരവുകൾ നിറഞ്ഞ സ്റ്റേജിൽ ഉപവിഷ്ടരായ നേതാക്കന്മാർ, ഗുരുതുല്യനായ വന്യരായ ദേവർഷോല ഉസ്താദ്, പ്രിയപ്പെട്ട പറവൂർ സാറ്, സ്നേഹനിധികളായ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രവർത്തകരെ, മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ കേരളത്തിലെ എല്ലാ സോൺ കേന്ദ്രങ്ങളിലും വിപുലമായ ആദർശ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് നീലഗിരി ജില്ലയുടെ സംഗമത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും ചാലകശക്തി ആ പ്രസ്ഥാനത്തിൻ്റെ നിലപാടും ആദർശവുമാണ്. നിലപാടും ആദർശവും ഇല്ലാത്ത പ്രസ്ഥാനം എന്നത് ലക്ഷ്യമില്ലാതെ സഞ്ചരിക്കുന്ന ആൾക്കൂട്ടമാകും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയും ആ പണ്ഡിത സഭയോട് ഓരം ചേർന്ന് നിൽക്കുന്ന അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിവിധങ്ങളായ സംഘടനകളും ഇന്ന് കേരളത്തിൽ നേടിയ അസ്തിത്വത്തിൻ്റെയൊക്കെ കാരണം പവിത്രമായ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പവിത്രമായ ആദർശത്തിൽ ശിലയിട്ടു എന്നുള്ളത് കൊണ്ടാണ്. നാം മനസ്സിലാക്കണം, ആദർശത്തെക്കുറിച്ചുള്ള അവബോധം വർത്തമാന സാഹചര്യത്തിൽ കൂടുതൽ അതിൽ കരുത്താർജിക്കൽ അനിവാര്യമായൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഒരു ടൗണിൽ ഒറിജിനലും ഡ്യൂപ്ലിക്കറ്റും സാധനങ്ങൾ വിപണനം നടത്തും. നാം നമുക്ക് വേണ്ട സാധനം വാങ്ങാൻ വേണ്ടി കടയിൽ ചെന്നാൽ അത് തിരിച്ചറിയാനുള്ള ഒരു അവബോധം വാങ്ങുന്നവന് വേണം, വിൽപ്പന നടത്തുന്നവനും വേണം. അങ്ങനെയാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തിരിച്ചറിയും. നമ്മൾ ബിസിനസ് നടത്തുമ്പോൾ ആ ബിസിനസ്സിൽ ഒരാൾ നമ്മെ കബളിപ്പിച്ചുകൊണ്ട് വളരെ മോശമായൊരു സാധനം തന്ന് വിൽപ്പന നടത്താൻ ശ്രമിച്ചാൽ അവന്റെ കുതന്ത്രത്തിന് മുന്നിൽ നമ്മുടെ വിരുദ് കൊണ്ട് നമ്മൾ ജയിച്ചടക്കും. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതുപോലെ തന്നെയാണ് വിശുദ്ധ ഇസ്ലാമും ഇതര പ്രസ്ഥാനങ്ങളും എന്ന പരമമായ യാഥാർത്ഥ്യം നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, നിങ്ങളെല്ലാവരും ഉറക്ക സ്വലാത്ത് ചൊല്ലുമെന്ന് എനിക്കറിയാം. അതിന്റെ കൂലി കൂടി എനിക്ക് കിട്ടാൻ വേണ്ടി ഞാനത് ഓർമ്മപ്പെടുത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലൊരു മണൽപ്പരപ്പിൽ നിന്ന് സംസാരിക്കുകയാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തിരുനബി ഒരു വര വരച്ചു. ആ വരയുടെ ഇടതും വലതും ചെറുതായ ചില വരകളും വരച്ചു. വക്രീകരണമില്ലാതെ നേരായ വരച്ചൊരു വരയുണ്ട്. ആ വരയിലേക്ക് ചൂണ്ടിയിട്ട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വിശുദ്ധ ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു ഉദാഹരണത്തിലൂടെ തിരുനബി ആ നേരായി വരച്ച വരയിലേക്ക് ചൂണ്ടിയിട്ട് വിശുദ്ധ ഖുർആനിലെ പവിത്രമായ ഒരു ആയത്തോതുകയാണ്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലി ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. ഈ നേരെ വരച്ച വരയിലേക്ക് ചൂണ്ടിയിട്ട് പറയാണ്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ, ഇതാണ് സത്യത്തിന്റെ പാന്താവിതാണ്.
ഇത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫല വത്തബിയു, അതിനോട് അനുധാവനം ചെയ്യണം. വലാ തത്തബിയു സുബുല, കാണുന്ന മാർഗത്തെയൊന്നും പിന്നാലെ പോവരുത്, അനുധാവനം ചെയ്യരുത്. ഫതഫറക ബിക്കും അൻ സബീലി, എന്നാൽ എന്ത് സംഭവിക്കും? നിങ്ങളെ സത്യത്തിന്റെ പാന്താവിനെ തൊട്ട് നിങ്ങളെ വ്യതിചലിപ്പിക്കും എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ആയത്ത് പഠിപ്പിക്കുന്ന ഒരാശയമുണ്ട്. ഏതാണെങ്കിൽ എന്താ, പള്ളി ഏതാണെങ്കിൽ എന്താ, അല്ലെങ്കിൽ അവർ നിസ്കരിക്കുന്നവരല്ലേ എന്ന ലളിത മനോഭാവത്തോടുകൂടെ ബിദ്ഈ പ്രസ്ഥാനങ്ങളുടെ നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന അഹ്ലുസ്സുന്ന വൽ ജമാഅയുടെ അടിസ്ഥാന തത്വത്തിലേക്കുള്ള വ്യക്തമായ സൂചനയാണ് ഈ ആയത്ത് നൽകുന്നത്. നാം മനസ്സിലാക്കണം, വിശുദ്ധ ഇസ്ലാമിന്റെ പവിത്രമായ മാർഗം അത് മാത്രമാണ് സത്യത്തിന്റെ പാന്താവ്, അഹ്ലുസ്സുന്നയുടെ മാർഗം എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. നമ്മുടെ മനസ്സിന്റെ ഭിത്തിയിൽ അത് കോറിയിടാൻ വേണ്ടിയിട്ടാണ് ജനത്തിരക്കിലേക്ക് ഇറങ്ങിത്തുന്നുകൊണ്ട് അഹ്ലുസ്സുന്നയുടെ ആദർശം വിളിച്ചു പറയുന്നത്. ഞാൻ മനസ്സിലാക്കണം, നമ്മുടെ ഇടയിൽ അനേകം തർക്കങ്ങളുണ്ട്. ഈ തർക്കങ്ങളൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാർ സംശയത്തിന്റെ തൃശങ്കുവിലാകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കൊച്ചു അങ്ങാടിയിൽ ഒരു പ്രസംഗം നടന്നു. അതൊരു മുജാഹിദിന്റെ പ്രസംഗമാണ്. അയാൾ ആയത്തും ഹദീസും ഓതിയിട്ട് സവിസ്തരം പ്രസംഗിക്കുന്നു. അങ്ങാടിയിൽ സാധാരണ വന്നുകൂടുന്നവർ അത് കേൾക്കുന്നു. രണ്ടാമത്തെ ദിവസം ഒരു ജമാഅത്തുകാരൻ വന്നു. അദ്ദേഹവും പ്രസംഗിച്ചത് ആയത്തും ഹദീസുമാണ്. പിന്നീട് അഹ്ലുസ്സുന്നയുടെ ഒരു പ്രവർത്തകൻ സംസാരിച്ചു, അതിലും ആയത്തും ഹദീസുമാണ്. ഇവിടെ ആ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം ഉണ്ടാകും. അദ്ദേഹം ചിലരോട് പറയും, അവരോതുന്നതും ആയത്തു തന്നെയാണ്, ഇവരോതുന്നതും ആയത്തും ഹദീസും തന്നെയാണ്, എല്ലാവരും പറയുന്നത് ഖുർആനും സുന്നത്തുമാണ്. ഇത് എങ്ങനെയാണ് എനിക്ക് തിരിച്ചറിയുക? അവിടെയാണ് അഹ്ലുസ്സുന്ന വൽ ജമാഅയുടെ ആദർശം മനസ്സിലാക്കുമ്പോൾ, നാം പ്രമാണം മനസ്സിലാക്കുമ്പോൾ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ആ തിരുനബിയുടെ കൂടെ ജീവിച്ച സ്വഹാബത്തിനെ പഠിക്കണം. സ്വഹാബത്ത് എങ്ങനെയാണ് ദീന് പഠിച്ചത് എന്ന് പഠിക്കണം. നമുക്കറിയാം, കേരളക്കരയിലേക്ക് വിശുദ്ധ ദീൻ എത്തിയത് അള്ളാഹുവിന്റെ റസൂൽ നേരിട്ട് വന്നിട്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്കൊരു സാരോപദേശം കൊടുത്തു. ലൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ. ഒരാൾ നിന്റെ കാരണം കൊണ്ട് സന്മാർഗത്തിലെത്തുകയാണെങ്കിൽ നിനക്ക് ഈ ദുന്യാവ് സർവസ്വവും നേടുന്നതിനേക്കാൾ ഉത്തമം നിന്റെ കാരണം കൊണ്ട് സത്യപ്രസ്ഥാനത്തിന്റെ വെളിച്ചം ഉള്ളിലേക്ക് കയറിയ ഒരു മനുഷ്യനാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോൾ പുണ്യപ്രവാചകന്റെ അധരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ ആ പ്രചോദനത്തിന്റെ വാക്ക് അവരുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടുകയാണ്. അവർ ലോകത്തിന്റെ നാനാദിക്കുകളിലേക്കും സഞ്ചരിച്ചു. അവർ നാനാദിക്കുകളിലേക്ക് സഞ്ചരിച്ചു. കേരളക്കരയിലേക്ക് സ്വഹാബത്തിനെയും വഹിച്ചുകൊണ്ടുള്ള പായക്കപ്പൽ ആർത്തിരമ്പുന്ന തിലമാരകളെ മുറിച്ചു കടന്നുകൊണ്ട് കേരളത്തിന്റെ വിരിമാറിൽ അണഞ്ഞതുകൊണ്ടാണ് നമുക്ക് വിശുദ്ധ ഇസ്ലാം കിട്ടിയത്. ഈ ചരിത്രം നമ്മൾ പഠിക്കാതെ ദീന് പഠിക്കാൻ പറ്റില്ല. നാം മനസ്സിലാക്കണം, സ്വഹാബത്ത് കേരളക്കരയിൽ വന്ന് വിശുദ്ധ ദീൻ എങ്ങനെയാണ് നടപ്പിലാക്കിയത് എന്ന് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം എന്താണ് എന്ന് വളവില്ലാതെ, തെറ്റില്ലാതെ, വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെ മനസ്സിലാക്കാൻ കഴിയും. സ്വഹാബത്ത് കേരളക്കരയിൽ വന്ന് പള്ളി നിർമ്മിച്ചു. ആ പള്ളികൾ കേന്ദ്രമാക്കിയിട്ട് അവർ വിശുദ്ധ ദീനിന്റെ പ്രബോധന പ്രവർത്തനം നടത്തി. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാനം നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഇബാദത്ത്, വെള്ളിയാഴ്ചയിൽ ഖുതുബ നമ്മളൊക്കെ പള്ളിയിൽ വെച്ച് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഖുതുബ അറബിയിലാണ്. അറബിയിൽ ഖുതുബ നടത്തുമ്പോൾ അതിനെ മലയാളവൽക്കരിക്കണം എന്ന് പറയുന്ന ബിദ്ഈ ഒരു ദുർന്യായം പറയാറുണ്ട്. ആ ന്യായം പറയുമ്പോൾ നമ്മളെല്ലാം അല്പമൊക്കെ അത് കേട്ടിരിക്കും. വെള്ളിയാഴ്ചയിൽ നടക്കുന്നത് പ്രസംഗമാണ്. ആ പ്രസംഗം എല്ലാവർക്കും തിരിയണ്ടേ എന്ന് പറയുമ്പോൾ നമ്മൾ നട്ടം തിരിയാൻ പാടില്ല. ഒന്നാമതവൻ പറഞ്ഞത് കളവാണ് എന്ന് പച്ചക്ക് പറയാൻ നമുക്ക് മനോബലം വേണം. ഒന്നാമത് പ്രസംഗമാണ് എന്ന് പറഞ്ഞ് ശരിയല്ല. ആരാടാ പറഞ്ഞത് പ്രസംഗമാണെന്ന്? പ്രസംഗമാണോ വെള്ളിയാഴ്ചയിലെ ഖുതുബ? പ്രസംഗത്തിന് ഇങ്ങനെയൊക്കെ നിബന്ധനയുണ്ടോ? അത് മിമ്പറിൽ കയറി അതിന്റെ പവിത്രതയോടെ ഹംദും സ്വലാത്തും തുടങ്ങി അങ്ങനെയുള്ള പവിത്രമായ ഒരു ആരാധനയാണെന്ന് ഏത് കണ്ണുവട്ടനും മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ആർജവം നമുക്ക് വേണം.
നമ്മളെപ്പോഴും ചോദിക്കപ്പെടുന്നവനും അവരിങ്ങനെ ചോദിക്കുന്നവരും നമ്മൾ മറുപടി പറയുന്നവരുമാവരുത്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ ഖുതുബ എന്ന പവിത്രമായ ഇബാദത്തിനെ പറ്റി എന്തു പറഞ്ഞു? യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. ഖുർആനിന്റെ അധ്യാപനമാണ്. എന്താ അതിന്റെ അർത്ഥം? സത്യവിശ്വാസികളെ, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടാൽ ഫസ്ഔ, നിങ്ങൾ ഉളരിപ്പോകണം, ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക്. ഏതാണ് ദിക്ർ? ഏതാണ് ദിക്ർ? അദ്ദിക്റുല്ലദി യഫ്അലു ബഅദ നിദായൽ ഖുതുബത്തു. ബാങ്കിന് ശേഷം നടക്കുന്ന ദിക്ർ അത് ഖുതുബയാണ്. ആ ഖുതുബ ഒരു ദിക്റാണ്. ഇസ്ലാമിൽ ദിക്റിനൊരു ഭാഷയില്ലേ? ഏത് സാധാരണക്കാരനും അറിയാം ദിക്റിന് ഇസ്ലാമിൽ ഒരു ഭാഷയുണ്ട്. നമ്മൾ തൊട്ടയൽവാസിയായ ഒരാൾ മരിച്ചു എന്ന് കേൾക്കുന്നു, മുജാഹിദാവട്ടെ, ജമാഅത്താവട്ടെ, സുന്നിയാവട്ടെ, എല്ലാവരും അറിയാതെ അവന്റെ നാവിൽ നിന്ന് വന്നു പോകും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് അറബിയിലാ പറയുന്നത്. കാരണം അതൊരു ദിക്റാണ്. നല്ലൊരു സന്തോഷമുള്ള ഒരു കാര്യം നടന്നു, അൽഹംദുലില്ലാ എന്ന് പറയും. അത് അറബിയിലാ പറയുന്നത്. നമ്മൾ പരസ്പരം കണ്ടുമുട്ടുന്നു, അസ്സലാമു അലൈക്കും പറയും, വഅലൈക്കും അസ്സലാം എന്ന് പറയും. ഇത് ഇസ്ലാമിന്റെ ആരാധനയുടെ ഭാഷാപരമായ ലോക ഐക്യമാണ്. ഈ പാരമ്പര്യം കേരളത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅ സ്വഹാബത്തിൽ നിന്ന് കൈമാറിപ്പോന്ന പവിത്രമായ പാതയെ അനുധാവനം ചെയ്ത് നമ്മുടെ പള്ളികളിൽ ഖുതുബ നടത്തിയത് അറബി ഭാഷയിൽ തന്നെയായിരുന്നു. പിന്നീട് എവിടെന്നാ ഇങ്ങനെ ഒരു മലയാള പ്രസംഗം വന്നത്? അത് തുർക്കിയിൽ മുസ്തഫ കമാൽ പാഷ എന്ന് പറഞ്ഞ ഒരാൾ ഭരണം നടത്തി. അദ്ദേഹം തുർക്കിയിൽ അറബി ഭാഷയ്ക്ക് പകരമായിട്ട് തുർക്കി ഭാഷയിൽ ഖുതുബ ഓതാൻ പറഞ്ഞു. എന്തായിരുന്നു കാരണം? മുസ്തഫ കമാൽ പാഷ ഒരു മതനിഷേധിയായിരുന്നു. അതുകൊണ്ട് തന്നെ മതത്തിന്റെ ചുറ്റുവട്ടങ്ങളിൽ കഴിഞ്ഞു പോകുന്ന മുസ്ലിം സമൂഹത്തിന്റെ മനസ്സിൽ നിന്ന് ഈ അറബി ഭാഷയെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം അവിടെ നിന്ന് ചെയ്ത പ്രവർത്തനം അറബി ഭാഷ ഇല്ലായ്മ ചെയ്യാൻ ആദ്യം വെള്ളിയാഴ്ചയിലെ ഖുതുബ തുർക്കി ഭാഷയിലാക്കാൻ പറഞ്ഞു. തുർക്കി ഭാഷയിലാക്കാൻ പറഞ്ഞപ്പോഴതിന് ശക്തമായ വിമർശനമുണ്ടായി. തഫ്സീറുൽ മനാർ എന്ന് പറഞ്ഞ റഷീദുദ്ദീല എന്ന് പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലനാണ്, തന്തപ്പിടിയാണ്. അദ്ദേഹത്തിന്റെ തഫ്സീറുൽ മനാറിൽ കാണാൻ കഴിയും, വലാ യസാലൂന യഖറഊനൽ ഖുർആൻ വഅദ്കാറസ് സ്വലാത്തി വഖുതുബത്തൽ ജുമുഅത്തി വൽ ഈദൈനി ഫീ ലുഗത്തിൽ അറബിയ്യ ഇല്ലാ മാ ശദ്ദത് ബിഹിൽ ഹുകൂമത്തുൽ കമാലിയ്യത്തു തുർക്കിയ്യ. മുസ്ലിമീങ്ങൾ ആയിക്കൊണ്ടേയിരുന്നു. മുസ്ലിമീങ്ങളുടെ ചരിത്രമാണ്. ആയിക്കൊണ്ടേയിരുന്നു. അവർ അറബി ഭാഷയിൽ ഖുതുബ ഓതുന്നവരായിരുന്നു. അങ്ങനെ വന്ന് 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 ആ ചരിത്രത്തിന്റെ പവിത്ര പാന്താവിലൂടെ സഞ്ചരിച്ചു വരുമ്പോൾ ഇല്ലാ മാ ശദ്ദത് ബിഹി അൽ ഹുകൂമത്തുൽ കമാലിയ്യത്തു തുർക്കിയ്യ, തുർക്കിയിലെ മുസ്തഫ കമാൽ പാഷ അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചു. അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതാൻ പറഞ്ഞു. എന്തിനു വേണ്ടി? തംഹീദൻ ലിസ്വലാത്ത്. നിസ്കാരം അല്പം കഴിഞ്ഞാൽ തുർക്കി ഭാഷയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമായിട്ടാണ് മുസ്തഫ കമാൽ പാഷ തുർക്കി ഭാഷയിൽ ഖുതുബ ഓതിയത്, ഖുതുബ ഓതാൻ കൽപ്പിച്ചത്. അതിനെ കേരളത്തിലെ ചില മൗലവിമാർ കടമെടുത്തു. എന്നിട്ട് അറബി ഭാഷയിൽ ഖുതുബ ഓതാൻ അറബി ഭാഷയിൽ നിന്ന് മാറ്റി മലയാളത്തിൽ പ്രസംഗമാക്കി മാറ്റി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഇതിന്റെ പ്രമാണം മനസ്സിലാക്കണം. ഖുതുബ എന്നതൊരു പ്രധാനപ്പെട്ട ദിക്റാണ്. നമുക്കറിയാം, വെള്ളിയാഴ്ചയിൽ നിസ്കാരം നടക്കുന്നത് അറബി ഭാഷയിലാണ്, ഖുതുബ നടക്കുന്നതും അറബി ഭാഷയിലാണ്. ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹുവിന്റെ ശറഹുൽ മുഹദ്ദബിൽ ഖുതുബ അറബിയാവണം എന്ന് ചർച്ച ചെയ്ത് അതിനൊരു ഹദീസ് തെളിവ് ഉദ്ധരിച്ചിട്ടുണ്ട്. സല്ലു കമാ റഅയ്തുമൂനി യുസല്ലി. നിങ്ങൾ നിസ്കരിക്കണം, ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ചത് അങ്ങനെ നിസ്കരിക്കണം എന്ന് പറഞ്ഞ ആ ഹദീസ് ഉദ്ധരിച്ച് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നു, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബിയിൽ നിസ്കരിച്ച് അറബിയിൽ ഖുതുബ ഓതി. അതുകൊണ്ട് അറബിയിലാണ് ഖുതുബ വേണ്ടത് എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ കഴിയും. മാത്രമല്ല, നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ വിഷയത്തിൽ കേരളത്തിൽ വിവാദം കത്തിയ സമയത്ത് KM മൗലവി എന്ന് പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലൻ ഒരു പുസ്തകം എഴുതി. എന്തിനാണ് പുസ്തകം എഴുതിയത്? അറബിയേതര ഭാഷയിൽ ഖുതുബ പരിഭാഷപ്പെടുത്താം എന്നതിന് തെളിവന്വേഷിച്ച് അന്വേഷണത്തിന്റെ പരിസമാപ്തിയായി ജുമുഅ ഖുതുബ എന്നൊരു പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതിയിട്ട് അതിന്റെ അവസാനം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ മുജാഹിദിന്റെ പ്രവർത്തകരെ കണ്ടാൽ, സലഫികളെ കണ്ടാൽ, അല്ലെങ്കിൽ പുത്തനാശയക്കാരെ കണ്ടാൽ അവരോട് ചോദിക്കണം, ഇങ്ങനൊരു പുസ്തകമുണ്ടോ? ആ
പുസ്തകത്തിൽ അവസാനം അദ്ദേഹം തെളിവുകളൊക്കെ സമർത്ഥിക്കുവാൻ വേണ്ടി ശ്രമിച്ച് അവസാനം ഒരു കാര്യം പറഞ്ഞു, ലാകിൻ ഹാഹുനാ ശൈഉൻ യംബഗിൽ ഇൽതിഫാതു ഇലൈഹി അന്ന സലഫ സ്വാലിഹ മിനസ് സ്വഹാബത്തി വത്താബിഈൻ. എങ്കിലും ഇവിടെ ശ്രദ്ധേയമായ ഒരു വിഷയമുണ്ട്. ലാകിൻ ഹാഹുനാ ശൈഉൻ, ഇവിടെ ശ്രദ്ധേയമായ വിഷയമുണ്ട്. അന്ന സലഫ സ്വാലിഹ മിനസ് സ്വഹാബത്തി വത്താബിഈൻ, സ്വഹാബത്തും താബിഈങ്ങളും അവരൊക്കെ കാനൂ ഫീ ബിലാദിൽ അജം, അന്യ ഭാഷ സംസാരിക്കുന്ന സ്ഥലങ്ങളിൽ യഖ്തുബൂനൽ ഖുതബ്, അവർ ഖുതുബകൾ നടത്തിയിരുന്നു. അവർ അറബി ഭാഷയിൽ ഖുതുബ നടത്തി. അവരാരും അറബിയല്ലാത്തൊരു ഭാഷയിലേക്ക് അതിനെ തർജുമ ചെയ്തതിന് ചരിത്രത്തിൽ തെളിവില്ല എന്ന് പച്ചക്ക് എഴുതി വച്ചത് KM മൗലവി എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലനാണ്. ഇവിടെ മനസ്സിലാക്കണം, ഈ വിഷയത്തിലൊക്കെ കേരള മുസ്ലിം ജമാഅത്ത് ഇങ്ങനെയൊരു ആദർശം നടത്തുന്നത് നമ്മൾ പ്രമാണം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളാണ് സമൂഹത്തിന്റെ ഇടയിൽ ഈ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇപ്പോൾ സ്വാഭാവികമായും വഹാബി പ്രസ്ഥാനം 8 അല്ല അതിനേക്കാൾ അപ്പുറം പിളർന്നിട്ടുണ്ട്. ഈ പിളർപ്പിന്റെ പഠനം നടത്തിയിട്ട് അവരുടെ ഒരു വളരെ ദയനീയമായ അവതരണമുണ്ട്. അതിലൊരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ഈ പിളർപ്പിന്റെ കാരണത്തിൽ ഒരു പ്രധാന കാരണം വെള്ളിയാഴ്ചയിലെ ഖുതുബയാണ്. ഒരു മൗലവി ജിന്ന് വർഗത്തിനെതിരിൽ ശക്തമായി മിമ്പറിൽ വെച്ച് പ്രസംഗിക്കുന്നു. അടുത്ത പള്ളിയിൽ വെച്ച് ജിന്ന് വർഗത്തിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും 2 തട്ടാകുന്നു. അപ്പള്ളിയിൽ 2 ഗ്രൂപ്പ് വരുന്നു. അവർ തമ്മിലടിക്കാൻ തുടങ്ങുന്നു. മറ്റേ വിഭാഗം KNM പള്ളിയാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും സിഹിറിനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ 2 വിഭാഗമാകുന്നു, തർക്കമാകുന്നു. അവരുടെ വിലയിരുത്തൽ നമ്മുടെ പരിഭാഷ പ്രസംഗങ്ങളാണ് നമ്മെ 8ഉം 10ഉമായി വേർതിരിച്ചത് എന്ന് പറഞ്ഞെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ ആദർശത്തെക്കുറിച്ച് ബോധമുള്ളവരാവണം. അതുപോലെ തന്നെ ഏത് വിഷയമെടുത്താലും നാം മനസ്സിലാക്കണം, നമ്മുടെയൊക്കെ അഹ്ലുസുന്ന വൽ ജമാഅ പവിത്രമായി കരുതുന്ന ഏതാചാരമാണെങ്കിലും അതിനെല്ലാം പ്രമാണത്തിന്റെ പിന്തുണയില്ലാത്ത ഒരു കാര്യവും നമ്മൾ അനുഷ്ഠിക്കുന്നില്ല. നമുക്കറിയാം, ഈ മനുഷ്യ ജീവിതം അവസാനിക്കും. മരണത്തോടുകൂടെ അവൻ ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകുകയാണ്. മരണമെന്നത് അസ്തമയമല്ല. മരണമെന്നത് ഒരിക്കലും അസ്തമയമല്ല. അൽ മൗതു ലൈസ ബിഅദ്മി മഹ്ദിൻ വലാ ഫനാഉ സർഫ്, ഇല്ലാതെയാവലല്ല. വലാകിൻ തന്തഖിലു മിൻ ഹാലിൻ ഇലാ ഹാൽ, ഒരു ഹാലിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് പോവലാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മളും ബിദഈകളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയമാണ് ബാപ്പ മരിച്ചാൽ ഖുർആൻ ഓതണോ, ബാപ്പ മരിച്ചാൽ ഖുർആൻ ഓതണോ. കേരളത്തിൽ കവലകളിൽ വഹാബി ആശയം പുലമ്പുന്ന ഒരു മൗലവിയുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആളായിരുന്നു. അദ്ദേഹം കവലതോറും പ്രസംഗിക്കുന്നു, മരിച്ചിടത്ത് ദുആ ചെയ്യാൻ പാടില്ല, മരിച്ചിടത്ത് ഖുർആൻ ഓതാൻ പാടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചപ്പോൾ ദയനീയമായി എല്ലാവരും കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് വൈന്നിരായ ഒരു സയ്യിദ് ദുആ ചെയ്യുമ്പോൾ, ആമീൻ പറയുമ്പോൾ ഈ മൗലവി ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗം കാണാം. കൈ അയാൾക്ക് പൊക്കാൻ പേടി, ശിർക്കായി പോകുമോ എന്ന ഭയം. കൈ താത്താനോ ഒരുങ്ങുന്നുണ്ട്, മൗലവി മറ്റുള്ളവർ കാണുമോ എന്ന് ഇങ്ങനെ നിൽക്കുന്ന ദയനീയ ഒരു രംഗം കാണാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മൾ നമ്മുടെ സാധാരണ ബുദ്ധി കൊണ്ടെന്ന് ആലോചിക്കണം, എങ്ങനെയാണ് ആ സൽക്രമം തെറ്റാകുന്നത്? വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. ആ കലാം മരണപ്പെട്ട വീട്ടിൽ വെച്ച് പാരായണം ചെയ്യുന്നു. അതാരാ പഠിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ. ഇഖ്റഉ വലാ മൗതാകും സൂറത്ത് യാസീൻ, നിങ്ങൾ മരണപ്പെട്ടവർക്ക് വേണ്ടി സൂറത്ത് യാസീൻ ഓതണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹാബത്ത് അത് കാണുന്നു, അവർ യാസീൻ ഓതുന്നു. മാത്രമല്ല, ഖബറിടത്തിൽ മരണപ്പെട്ടതിന് ശേഷം, ഖബറടക്കിയതിനു ശേഷം ഖബറിന്റെ പരിസരത്തിരുന്നു കൊണ്ട് സൂറത്തുൽ ബഖറ ഓതാൻ സ്വഹാബത്ത് മറ്റുള്ളവരോട് പറയുന്നു. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു അലാ ഇബ്നു ജലാൽ, അബ്ദുറഹ്മാൻ ഇബ്നു അലാ ഇബ്നു ജലാൽ, നിങ്ങൾ ഉറക്കെ തർദിയ ചൊല്ലണം. അബ്ദുറഹ്മാൻ ഇബ്നു അലാ ഇബ്നു ജലാൽ റളിയല്ലാഹു അൻഹു മരണമാസന്നമായി. മക്കളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇദാ വദഅതനി ഫി ലഹദി, എന്നെ ഖബറിൽ കൊണ്ടുപോയി വച്ചാൽ സുന്ന അലയ്യ തുറാബ, സുന്ന മണ്ണിടണം. അത് കഴിഞ്ഞ് സുമ്മ ഖറഅ ഇൻദ റഅസി ബിഫാത്തിഹത്തിൽ ബഖറതി വഖാതിമതിഹാ,
അൽ ബഖറ സൂറത്ത് തുടക്കം മുതൽ ഒടുക്കം വരെ എന്റെ ഖബറിടത്തിന് പാരായണം ചെയ്യണം എന്നൊരു സ്വഹാബി പറയുകയാണ്. ഖബറിടത്തിൽ ജാമോത്തി എന്നൊരു പ്രയോഗമുണ്ട്. ഖബറിന്റെ പരിസരത്തിരുന്ന് ഖുർആൻ ഓതൽ, അത് സ്വഹാബത്ത് പഠിപ്പിക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു അലാ ഇബ്നു ജലാൽ റളിയല്ലാഹു അൻഹു മോനെ വിളിച്ചു പറയാണ്, സുമ്മഖറ ഇൻദ റസി ബി ഫാത്തിഹത്തിൽ ബഖറത്തി വ ഖാതിമത്തിഹാ. അത് പറഞ്ഞിട്ട് നിർത്തിയില്ല. വ ഇന്നി സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ദാലിക. കാരണം അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ സ്വഹാബത്ത് അതിങ്ങനെ പതിവാക്കാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ ഒരു ഗ്രന്ഥം എഴുതി. ആ ഗ്രന്ഥത്തിൽ അവസാനം എല്ലാ തെളിവും പറഞ്ഞിട്ട് ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, ആയത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിനൊക്കെ ശേഷം ബഹുമാനപ്പെട്ട ഒരു തെളിവ് പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സാധാരണക്കാരുടെ ഒരു തെളിവാ പറയുന്നത്. ആയത്തും ഹദീസും ഒന്നും എല്ലാം ഉദ്ധരിച്ചതിനു ശേഷം പറയുന്നു, വബി അന്നൽ മുസ്ലിമീന മാ സാലു ഫീ കുല്ലി മസ്റിൻ വഅസ്രിൻ യജ്തമിഊന വയഖറഊന മിൻ ഗൈരി നകീരിൻ ഫസാറ ദാലിക ഇജ്മാഅ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? മറ്റൊന്നുകൂടെ പറയട്ടെ, ആയത്ത് മതി ഇതൊക്കെ പറഞ്ഞു, ഒന്നുകൂടെ പറയട്ടെ. വബി അന്നൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ മാസാലു അവരായിക്കൊണ്ടേയിരുന്നു, ഫീ കുല്ലി മസ്രിൻ വഅസ്രിൻ എല്ലാ ടൗണിലും എല്ലാ കാലത്തും, യജ്തമിഊൻ അവരൊരുമിച്ച് കൂടും, വയഖറഊൻ ഖുർആൻ ഓതും. അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതും. മിൻ ഗൈരി നകീരിൻ ആരും അതിനെ വിമർശിച്ചിട്ടില്ല. അതുകൊണ്ട് ഫസാറ ദാലിക ഇജ്മാഅ, അത് മുസ്ലിമീങ്ങളുടെ ഏകോപന അഭിപ്രായമാണ് മരിച്ചിടത്ത് ഖുർആൻ ഓതുക എന്നുള്ളത്. നാം മനസ്സിലാക്കണം. നമ്മള് സാധാരണക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന പവിത്രമായ ഒരു ആചാരം, അതിനെതിരെ ഏതെങ്കിലും ഒരു പുത്തനാശയക്കാരൻ വരുമ്പോൾ അവനോട് ഗോബാക്ക് പറയാൻ നമുക്ക് കഴിയണം, നീ പോടോ എന്ന് പറയാൻ കഴിയണം. നമുക്കെന്താ തെളിവ്? ആയത്തറിയോ, ഹദീസറിയോ, ഒന്നും അറിയണമെന്നില്ല. നമ്മൾ പറയണം, ഞാൻ ഇവിടെ ഒരു പാരമ്പര്യം കാണുന്നുണ്ട്, ഉപ്പാപ്പമാരുടെ പാരമ്പര്യം കാണുന്നുണ്ട്. നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പള്ളിയിൽ വെള്ളിയാഴ്ചയിൽ ഖുത്ബ നടക്കുന്നുണ്ട്, അറബി ഭാഷയിൽ തന്നെയാണ്. ബദരിയത്ത് ചൊല്ലുന്നുണ്ട്, അത് മജ്ലിസുൻ നൂറാവാം, മഹ്ളറത്തുൽ ബദരിയാവാം. ആ ഒരു പാരമ്പര്യം നാട്ടിൽ നടന്നു വരുന്നതാണ്. അതിനെതിരെ ഏതെങ്കിലും ഞാഞ്ഞൂല് വരുമ്പോൾ അതിന് മുന്നിൽ നമ്മൾ തകർന്നു പോവരുത്. നമ്മുടെ തെളിവ് ആ പാരമ്പര്യമാണ്. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം മരണമാസന്നമായി കിടക്കുകയാണ്. മക്കൾ ഉപ്പയുടെ മുന്നിൽ വന്നു. എന്നിട്ട് ആ സമയത്ത് യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട് ചോദിച്ചു, മതഅബ്ദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങളുടെ ആരാധന എങ്ങനെയാകും, നിങ്ങൾ എങ്ങനെ ആരാധിക്കും? അതിനാ മക്കളൊരു മറുപടി പറഞ്ഞു, അതാണ് പാരമ്പര്യത്തിന്റെ പവിത്രമായ പാത, വിജയത്തിന്റെ പാതയാണെന്ന് വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം വ്യക്തമാക്കുന്ന ആയത്താണിത്. എന്താണ് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങൾ പറഞ്ഞത്? നഅ്ബുദു ഇലാഹക, അങ്ങയുടെ ഇലാഹിനെ ആരാധിക്കും. അത് പറഞ്ഞിട്ട് നിർത്തിയില്ല. നഅ്ബുദു റബ്ബക എന്ന് പറഞ്ഞില്ല, നഅ്ബുദുല്ലാഹ എന്നും പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? നഅ്ബുദു ഇലാഹക, അങ്ങയുടെ ഇലാഹിനെ ആരാധിക്കും. വ ഇലാഹ ആബായിക ഇബ്രാഹീം വ ഇസ്മാഈല ഇലാഹം വാഹിദൻ വ നഹ്നു ലഹു മുസ്ലിമൂൻ. ഞങ്ങൾ അങ്ങയുടെ ഇലാഹിനെ ആരാധിക്കും, അങ്ങയുടെ ഇലാഹ് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അവരുടെ ഇലാഹിനെ ആരാധിക്കും. ആ ഒരു ആരാധനയുടെ പവിത്രമായ റൂട്ടുണ്ടല്ലോ, അതിലൂടെയാണ് ഞങ്ങളുടെ സഞ്ചാരം എന്ന് മക്കള് പറയാണ്. ഖുർആൻ എന്തിനെടുത്തു ധരിക്കുന്നത്? നമുക്ക് തെളിവായിട്ടാണ്. ബാപ്പ ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയിട്ടുണ്ട്, വീട്ടിൽ ബദരിയത്ത് ചൊല്ലിയിട്ടുണ്ട്, അത് നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. മുഹയ്യദ്ദീൻ മാല പാടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ബദറുമാല പാടിയിട്ടുണ്ട്, ബദരിയത്തുൽ മങ്കൂസിയ ചൊല്ലിയിട്ടുണ്ട്. ഒരു സാധാരണക്കാരിയായ ഒരു ഉമ്മക്ക് ഖുർആനോ ഹദീസോ തെളിവ് നോക്കണ്ട, ആ പാരമ്പര്യമാ തെളിവ്, ആ പാരമ്പര്യമാണ് തെളിവ്. ഇക്കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പവിത്രമായ പാരമ്പര്യത്തെ അനുധാവനം ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചോദ്യവും മക്കളുടെ മറുപടിയും. ഇക്കാര്യം നാം മനസ്സിലാക്കണം. ഇതിൽ ഏത് വിഷയമെടുത്താലും നമുക്ക് പ്രമാണം കാണാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിമിതമായ സമയത്തിനുള്ളിൽ വിശാലമായ വിഷയത്തെ ഒതുക്കുക എന്നൊരു ത്യാഗം കൂടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം കൂടി പറയട്ടെ, നമ്മൾ റബീഉൽ അവ്വലിൽ മീലാദ് ആഘോഷ പരിപാടി നടക്കും. ഞാൻ ഈ മദ്രസയുടെ അങ്കണത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ സന്തോഷം തോന്നി. അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രവർത്തകർ
ഐക്യത്തോടുകൂടെ എങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യമാണ്. നാം മനസ്സിലാക്കി റബീഉൽ അവ്വൽ മാസമായി കഴിഞ്ഞാൽ മദ്രസയുടെ മുറ്റത്ത് ആഘോഷങ്ങളുടെ ദിനരാത്രങ്ങളാണ്. നമ്മുടെ കുട്ടികൾക്ക് സന്തോഷമാണ്, നമ്മുടെ കാരണവന്മാർക്ക് ആഘോഷമാണ്, നമ്മുടെ വീടുകളിൽ മൗലിദിന്റെ ഈരടികൾ മുഴങ്ങിക്കേൾക്കുകയാണ്. അസ്സലാമു അലൈക യാ ഖൈറൽ അനാമി, അസ്സലാമു അലൈക യാ ബദ്റത് തമാമി എന്ന് തുടങ്ങി ഈണത്തിൽ തന്നെ ഇങ്ങനെ പാടും പള്ളിയിൽ നിന്ന്. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഈമാനിയായ ഒരു എനർജി ഉണ്ട്, വല്ലാത്തൊരു സന്തോഷമുണ്ട്. പക്ഷെ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരു കൂട്ടർക്ക് അത് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു വിഭ്രാന്തി. മനസ്സിലാക്കണം, ഇതെന്തൊരു വിരോധാഭാസ കൂട്ടരെ. ഒരു നേതാവ് ജനിച്ച മാസത്തിൽ ആഘോഷിക്കുക, സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ നേതാവിന്റെ അനുയായികളുടെ സാധാരണ സ്വഭാവമാണ്. അതിൽ ഇസ്ലാമിലേക്ക് നോക്കണ്ട, മറ്റു മതങ്ങളിലൊക്കെ കാണാൻ കഴിയും. പക്ഷെ കേരളത്തിൽ വഹാബികൾ അതിനെ എതിർക്കുകയാണ്. നാം മനസ്സിലാക്കണം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിക്കണം, നമ്മൾ എന്താ നബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി ജനിച്ച ആ മാസം റബീഉൽ അവ്വൽ 12-നാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു, മദ്ഹ് പറയുന്നു, അവിടെ ഭക്ഷണം നടക്കുന്നു, എത്ര ഖൈറാത്തുകൾ നടക്കുന്നു നബിദിനത്തിൽ. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കൽ പുണ്യകർമ്മമാണെന്ന് തർക്കം ഇല്ല. ഖുർആനോത്ത് നടക്കുന്നു, പുണ്യമാണെന്ന് തർക്കമില്ല. പ്രാർത്ഥനകൾ നടക്കുന്നു, പുണ്യമാണെന്ന് തർക്കമില്ല. അതേ രൂപത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്നു, പുണ്യമാണെന്നിൽ തർക്കമില്ല. വിശുദ്ധ ദീനിന്റെ ഉപദേശങ്ങൾ നടക്കുന്നു, പുണ്യമാണെന്നിൽ തർക്കമില്ല. ഇങ്ങനെ 16ഓളം വരുന്ന പുണ്യങ്ങൾ ഒറ്റ നിൽപ്പിൽ എണ്ണാൻ കഴിയും. അതെല്ലാം കൂടി ഒരു ചടങ്ങാണ് മീലാദാഘോഷ പരിപാടി എന്ന് പറഞ്ഞത്. എന്നാൽ അതിനെ എതിർക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ബിദ്അഈ പ്രസ്ഥാനങ്ങൾ. നാം മനസ്സിലാക്കണം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആരാ ഇത് പഠിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെയും തിരുനബി വിളിച്ചു. ഞങ്ങൾ രണ്ടുപേരും പോയി. ചെന്നത് ആമിറുൽ അൻസാരി എന്ന സ്വഹാബിയുടെ വീട്ടിലാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പ്രോഗ്രാം നടക്കുകയാണ്, ഒരു പരിപാടി നടക്കുകയാണ്. എന്താ പരിപാടി? വകാന യുഅല്ലിമു വഖായ വിലാദത്തിഹി ലിഅബ്നാഇഹി വഅശീറത്തിഹി. അവിടുത്തെ കുടുംബവും അടുത്ത വീട്ടുകാർക്കൊക്കെ റസൂലുള്ളാഹി ജനിച്ച സമയത്തുള്ള അത്ഭുത സംഭവങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തിരുനബിയുടെ ജന്മദിനത്തിലെ അത്ഭുതങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേദിയിലേക്കാണ് ആരെത്തുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ചെന്ന സമയം ആമിറുൽ അൻസാരി പറയുന്നത്, ഹാദാ അൽ-യൗം, അതിന്നാണ്, അതിന്നാണ്, ആ ദിവസമാണ് ഇന്ന് എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വൽ 12-നാണ് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഉടൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, യാ ആമിർ, ആമിറേ, ഇന്നല്ലാഹ ഫതഹ ലക അബ്വാബർ റഹ്മ, അല്ലാഹു നിനക്ക് കാരുണ്യത്തിന്റെ കവാടം തുറന്നു തരും. അത് പറഞ്ഞിട്ട് മുത്തുനബി നിർത്തിയില്ല. വൽ മലായികതു യസ്തഗ്ഫിറൂന മൻ ഫഅല ഫിഅലക വനജാ നജാതക. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ ഈ പ്രവർത്തനം നടത്തുന്നവർക്ക് വേണ്ടി യസ്തഗ്ഫിറൂൻ, പൊറുക്കലിനെ തേടും. അവിടെ നിനക്ക് പൊറുക്കലിനെ തേടുമെന്നാൽ നിന്റെ ഈ പ്രവർത്തനം നടക്കുന്ന ഖിയാമത്ത് നാൾ വരെ എൻ്റെ ജന്മദിനത്തിൽ ആളുകൾ ഒരുമിച്ച് കൂട്ടി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹുർക്ക് പുറത്തു കൊടുക്കും. വൽ മലായികതു യസ്തഗ്ഫിറൂന മൻ ഫഅല ഫിഅലക വനജാ നജാതക. നിന്റെ ഈ വിജയം വിജയിച്ചവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ പൊറുക്കലിനെ ചോദിക്കും എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതില് രസകരമായ ചില വിഷയങ്ങളുണ്ട്. ഇതിനെ എതിർക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം, അവരാരുടെ നേതാവാരാണ്? ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യ, ആ ഇബ്നു തൈമിയ്യ ഈ വിഷയത്തിൽ ഒരിക്കൽ ഒരു വഹാബിയുമായി തർക്കിക്കുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ രസകരമായി പറഞ്ഞു, ഇബ്നു തൈമിയ്യ പറഞ്ഞാൽ അംഗീകരിക്കുമെന്ന് ചോദിച്ചു. അയാൾ അംഗീകരിക്കുന്നു പറഞ്ഞു കുടുങ്ങിയതാണ്. ഇബ്നു തൈമിയ്യ നബിദിനത്തെ പറ്റി എന്ത് പറഞ്ഞു? സാക്ഷാൽ ഇബ്നു തൈമിയ്യക്ക് ഒരു കിതാബുണ്ട്, ഇഖ്തിലാഉസ് സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിന്റെ പേര്. ആ കിതാബിൽ ഇബ്നു തൈമിയ്യ ഈ വിഷയം ചർച്ചയ്ക്കിടുന്നു. ഒരു വർഷമാകുമ്പോൾ, തിരുനബി ജനിച്ച വാർഷികമാകുമ്പോൾ ആഘോഷിക്കുന്ന പരിപാടി, അതിന് കൂലിയുണ്ടോ ഇല്ലേ? നമ്മുടെ ഇടയിൽ തർക്കാണ്. ബിദ്അഈ പറയുന്നു, മുജാഹിദ് പറയുന്നു പാടില്ല. നമ്മൾ പറയുന്നു പുണ്യകർമ്മമാണ്. മധ്യസ്ഥനായി നമുക്ക് ആരെ വെക്കാം? ഇവര് നേതാവായി പരിചയപ്പെടുത്തുന്ന
ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാകവാഹകൻ എന്ന് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരു ആമുഖം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതി വച്ച ആ ഇബ്നു തൈമിയ്യ ഈ വിഷയം ചർച്ച ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിന്റെ 316-ാമത്തെ പേജിൽ പറയുന്നു, ഫതഅളീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമൻ ഖദ് യഫ്അലുഹു ബഅദുൻ നാസി വയകൂനു ലഹു ഫീഹി അജ്റുൻ അളീം ലിഹുസ്നി ഖസ്ദിഹി വതഅളീമിഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഅളീമുൽ മൗലിദ്, തിരുനബിയുടെ മൗലിദിന്റെ ദിവസം ആദരിക്കൽ, വത്തിഖാദുഹു മൗസിമൻ, അതിനെ വാർഷികാഘോഷമായി കൊണ്ടാടൽ. ചിലരെങ്ങനെ ചെയ്യുന്നുണ്ട്, എന്താ അവർക്കതിൽ കൂലിയുണ്ടോ അല്ലേ? വയകൂനു ലഹു ഫീഹി അജ്റുൻ അളീം, അവർക്ക് വലിയ കൂലിയുണ്ട്. ലിഹുസ്നി ഖസ്ദിഹി, അവരുടെ ഉദ്ദേശം നന്നായതിനു വേണ്ടി. വതഅളീമിഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ ആദരിച്ചതിന് വേണ്ടി. നാം മനസ്സിലാക്കണം, റബീഉൽ അവ്വൽ അല്ലാതെയും ഒക്കെ നടക്കും, മൗലിദ് നടക്കും. എന്താ മൗലിദ് എന്ന് പറഞ്ഞാൽ? എന്താണ് മൗലിദ് എന്ന് പറഞ്ഞാൽ? അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, തിരുനബിയുടെ മദ്ഹാണ്. ഒരു വലിയിന്റെ മൗലിദാണെങ്കിൽ ആ വലിയിന്റെ മദ്ഹാണ്. ആ മദ്ഹ് പറയാൻ ആരാ പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ, ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈർ, അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തിരുനബിയുടെ മുന്നിൽ വന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി അവിടത്തെ പ്രകീർത്തനം കവിതയായി ആലപിച്ചു. ഇന്നർ റസൂല ലസൈഫുൻ യുസ്തളാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു മൗലായ أنبئت أن رسول الله أوعدني والعفو عند رسول الله مقبول مولاي على حبيبك خير الخلق كلهم. ഈ മൗലിദ് ഇങ്ങനെ പാടിയപ്പോഴ് അള്ളാഹുവിന്റെ റസൂൽ റസൂലുള്ളാഹിന്റെ ഷോള്, ആ ബുർദത്ത്, ആ ഷാള് അങ്ങിട്ട് കൊടുത്തു. കഅബ് റളിയല്ലാഹു അൻഹുവിന് വലിയ അംഗീകാരം നൽകി. ഈ പ്രകീർത്തനം പാടുന്നതിന് അംഗീകാരം കൊടുത്തത് ആരാണ്? മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിങ്ങനെ തുടർന്നു വരികയാണ്. അത് ചില രീതികൾ കാലത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. അതിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കൂടിയിരുന്ന് ആദ്യം ഒരു ഫാത്തിഹ ഓതും മൗലിദിൽ, അല്ലേ? ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കലാമിൽ ഏറ്റവും പവിത്രതയുള്ള ഒരു സൂറത്താണ്. അത് കഴിഞ്ഞ് ഇഖ്ലാസ് സൂറത്ത് ഓതും, മുഅവ്വദത്തൈനി ഓതും. അതൊക്കെ ഓതിയിട്ടൊരു ദുആ നടക്കും. ദുആയിൽ നമുക്ക് വേണ്ടി ദുആർക്കാണ്. അത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലും. ആ മദ്ഹ് ചൊല്ലിയിട്ട് പിന്നീടും ഒരു ദുആ നടക്കും. എത്ര ഖുർആനോത്ത് നടന്നു, എത്ര പ്രാർത്ഥന നടന്നു. അതൊക്കെ കൂടി നടക്കുന്ന ഒരു പവിത്രമായ ചടങ്ങിന് പറയുന്ന ഒരു പേരാണ് യഥാർത്ഥത്തിൽ മൗലിദി എന്ന് പറഞ്ഞാൽ. പുത്തനാശയക്കാർ വന്നിട്ട് അതിനെ ഇല്ലാതെയാക്കി, മരിച്ചെടുത്ത് ഖുർആൻ ഓതൽ ഇല്ലാതെയാക്കി. എന്റെ പ്രിയപ്പെട്ട സഹോദര, മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുന്നതിന് പുണ്യമുണ്ട്. 3:47 ഇപ്പോൾ കഴിഞ്ഞ ലക്കത്തെ സെൽസബീൽ മാസിക, കഴിഞ്ഞ ലക്കത്തെ ഷബാബിൽ വളരെ മോശമായിട്ടൊരു ലേഖനം വന്നു, മരിച്ചിടത്ത് ചാവടി യന്തിരം എന്ന് പറഞ്ഞിട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താ ഈ 3:47? എന്താ ഇതിന്റെ പ്രത്യേകത? എന്താ ഇതിന്റെ പ്രത്യേകത? ഒരു മനുഷ്യൻ മരിച്ചാൽ ഇന്നൽ മൗതാ യുഫ്തനൂന ഫീ ഖുബൂരിഹിം 3 അയ്യാം ഫകാനൂ യസ്തഹിബ്ബൂന അൻ യുത്അമ അൻഹും തിൽക്കൽ അയ്യാം. ഒരു ഹദീസാണ്. തഊസ് റളിയല്ലാഹു അൻഹു താബിഈയാണ്. ബഹുമാനപ്പെട്ടവർ ഉദ്ധരിക്കുന്നു, മരണപ്പെട്ട മനുഷ്യൻ 3 ദിവസം അദാബിന് വേണ്ടി കണക്കാക്കപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് വക്കാനു, അവരായിരുന്നു, യസ്തഹിബ്ബൂൻ, ഇഷ്ടപ്പെട്ടിരുന്നു, അയ്യുത്അമ അൻഹും, മരണപ്പെട്ടവരെ കൊണ്ട് അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കൽ, ഫീ തിൽക്കൽ അയ്യാം, ഏത് ദിവസം? 3-ന്. 7 അയ്യാം എന്ന ഹദീസിലുണ്ട്. അതുപോലെ തന്നെ 15 എന്ന ഹദീസിലുണ്ട്, 40 എന്ന ഹദീസിലുണ്ട്. അതുകൊണ്ടാണ് 3, 7, 15, 40 അപ്പം മരണപ്പെട്ടവർക്ക് ഖുർആൻ ഓതിയിട്ട് എല്ലാവരും കൂടി ദുആർക്കാണ്. മാത്രമല്ല
ഇമാം നബി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്കാറിൽ പറഞ്ഞു, ഖുർആന്റെ ഖത്മ് തീർക്കേണ്ട എത്ര ദിവസം കൊണ്ടാണ്? ഒരഭിപ്രായം 3 ദിവസം, അല്ല 7, അല്ല 15, അല്ല 40. ഈ ഖിലാഫുകൾ ഉള്ളത് കൊണ്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഖത്മ് തീർക്കുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് ചില ഭാഗങ്ങളിൽ ഖത്തം ദുആന്റെ ദിവസം എന്ന് പ്രയോഗിക്കും. ഇത് പാരമ്പര്യമായി ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പൊ അവർക്ക് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്യാണ് ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു അൻഹു. അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നു. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ നേരെ വന്നു വീട്ടിൽ വന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടുത്തെ മയ്യത്തിന്റെ കണ്ണുമൂടി. അതെല്ലാം കഴിഞ്ഞ് റസൂലുള്ളാഹി ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗഫിർ ലി അബീ സലമ വറഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ. അല്ലാഹുവേ, അബൂ സലമക്ക് പുറത്തു കൊടുക്കണം, സന്മാർഗത്തിന്റെ കൂട്ടത്തിൽ, സന്മാർഗികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം. മരിച്ച വീട്ടിൽ SYS കാരൻ, മുസ്ലിം ജമാഅത്തുകാരൻ ആളുകളെ കൂട്ടിയിട്ട് പോകുന്നു. അവിടെ നിന്ന് ഫാത്തിഹ ഓതുന്നു, മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ഇതിന്റെ തെളിവ് ഇതാര് പഠിപ്പിച്ചു? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, വലിയൊരു വിവാദമാണ്. നമ്മളിവിടെ ക്ലിപ്പൊന്നും ഇടാത്തത് കൊണ്ട് ഇപ്പൊ അടുത്തൊരു മൗലവി പ്രസംഗിച്ചു. അദ്ദേഹം പ്രസംഗിച്ചത് കേരളത്തിലെ എല്ലാ പള്ളികളും പൂജ നടക്കുന്ന അമ്പലങ്ങളാണ്. അതുകൊണ്ട് പള്ളിയിലെ ഇമാമൊക്കെ പൂജാരിയാണ്. പൂജാരി ആയതുകൊണ്ട് തന്നെ പൂജാരിയത്തോട് നിസ്കരിക്കാൻ പറ്റില്ല, അത് ശിർക്കാണ് എന്ന് ഒരു മൗലവി പ്രസംഗിച്ചു. ഞാനിതൊരാളോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനൊക്കെ പ്രസംഗിക്കോ, അത് നിങ്ങൾ ഏപ്പിക്കാർ കുറച്ച് കനത്ത് പറയുന്നവരാണെന്ന് പറഞ്ഞു. ഞാനൊക്കെ ക്ലിപ്പ് കാണിച്ചു കൊടുത്തു. അപ്പൊ നാം മനസ്സിലാക്കണം, ഒരു മൗലവി പ്രസംഗിക്കണം, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമുള്ളൊരു വിഷയമുണ്ട്. കേരളക്കരയിലും നീലഗിരിയിലുമുള്ള ആയിരക്കണക്കിന് പള്ളികളുണ്ട്. ആ പള്ളികളിൽ ഒരു ഇമാം ഉണ്ടാകും. അതുമാത്രമല്ല, ആ പള്ളികൾ ഏതെങ്കിലും ഒരു ഖാദിയുടെ തഹ്തിലായിരിക്കും. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഖാദിയായ മഹല്ലുകളുണ്ട്. ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഖാദിയായ മഹല്ലുകളുണ്ട്. പാണക്കാട് സാദാത്യങ്ങൾ ഖാദിയായ മഹല്ലുകളുണ്ട്. അല്ലാത്തയും വലിയ വലിയ ആളുകൾ ഖാദിയായ മഹല്ലുകളുണ്ട്. സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ ഖാദിയായ മഹല്ലുകളുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് മഹല്ലുകളില്ലേ? ആ മഹല്ലിലൊക്കെ കീഴിൽ പള്ളി, ആ ഖാദിമാരുടെ കീഴിൽ പള്ളികളുണ്ട്. ആ പള്ളികളിൽ നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങളാണ് കേരളക്കരയിലുള്ള 99%. ആ 98% വരുന്ന മുസ്ലിമീങ്ങളൊക്കെ കാഫിറാണെന്ന് കേരളത്തിൽ പച്ചക്കൊരു മൗലവി പ്രസംഗിക്കുകയാണ്. പക്ഷേ നമുക്ക് പിന്നീട് രസകരമായ ഒരു അവസ്ഥയുണ്ട്. അയാൾ തന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ പ്രസംഗിക്കുന്നുണ്ട്. ഒരു വയസ്സായൊരു തന്തപ്പൊടിയാണ്. അയാൾ അങ്ങനെ പിന്നെ പറഞ്ഞിട്ട് അയാൾ പറയാണ്, ഇപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കിയപ്പോഴ് അയാൾ 6 മക്കളെ മുന്നിലിരുത്തിയിട്ടുണ്ട് ആ മൗലവി. എന്നിട്ട് പറയാണ്, ഇപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കിയപ്പോഴ് എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. നൂഹ് നബിയും മക്കളും, ഇബ്രാഹിം നബിയും മക്കളും, യാക്കൂബ് നബിയും മക്കളും 1921 ഞാൻ ആലോചിച്ചു നോക്കിയപ്പോഴ് ചുഴലി മൗലവിയും മക്കളും മാത്രമാണ് തൗഹീദിൽ ഉള്ളത്. അത് അയാൾ എന്നെ പറയാണ്. ബാക്കിയെല്ലാം പുറത്തുനിന്ന് പറയാണ്. ഞാൻ പറയുന്നത് നാം മനസ്സിലാക്കണം, ഈ ശിർക്കാരോപണം അവരുന്നയിക്കാൻ എന്താ കാരണം? നമ്മുടെ പള്ളിയിൽ ഖുതുബിയത്ത് നടത്തും, ബദരിയത്ത് നടത്തും. ആ ബദരിയത്ത് ഒരു പക്ഷേ മജ്ലിസുന്നൂർ എന്ന പേരിലായിരിക്കും, അല്ലെങ്കിൽ മഹ്ദറത്തുൽ ബദരി ആയിരിക്കും, അല്ലെങ്കിൽ ബദരിയത്തുൽ മങ്കൂസി എന്ന പേരിലായിരിക്കും, അല്ലെങ്കിൽ ബദരിയത്തുൽ ഹംസി എന്ന പേരിലായിരിക്കും. ഈ ഒരൊറ്റ കാരണമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബദരീങ്ങൾ അവരെ വിളിക്കാൻ ആരാ പഠിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരാൾ വന്നു, കണ്ണിന് കാഴ്ചയില്ല, എൻ്റെ കണ്ണിന്റെ കാഴ്ച ഒന്ന് തിരിച്ചു കിട്ടണം, ഉദ്ഉല്ലാഹ്, അള്ളാഹിനോട് ദുആ ചെയ്യുന്നു പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, നീ ക്ഷമിക്കുക, അതാ നിനക്ക് ഉത്തമം. വീണ്ടും അദ്ദേഹം ഇങ്ങനെ ജിജ്ഞാസയോടെ ആ ദുആ പ്രതീക്ഷിച്ച് ഇങ്ങനെ പറയുകയാണ്. അപ്പോഴല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത്തിൽ മീലാദ്, നീ wudu എടുക്കണം, എന്നിട്ട് സുമ്മ സ്വല്ലി റക്അത്തൈൻ, 2 റക്അത്ത് നിസ്കരിക്കണം. അത് ഹാജത്തിന്റെ നിസ്കാരം എന്ന് പറഞ്ഞു. കുത്തുബിയത്തിന് മുമ്പ് നിസ്കരിക്കലില്ലേ? ഹാജത്തിന്റെ നിസ്കാരം. സുമ്മ ഖുൽ, പിന്നെ പറയണം ഒരു ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതഖ്ദിയ ലി. എന്താ അതിന്റെ അർത്ഥം?
അല്ലാഹുമ്മ ഇന്നി അസ്അലുക വതവജ്ജഹു ഇലൈക, അല്ലാഹുവേ നിന്നോട് ഞാൻ മുന്നിടുന്നു, നിന്നോട് തവസ്സുലാക്കി ചോദിക്കുന്നു. ബി നബിയിക നബിയ്യിർ റഹ്മ, കാരുണ്യത്തിന്റെ ദൂതരായ മുത്തുനബിയെ കൊണ്ട് തവസ്സുലാക്കുന്നു. തവസ്സുൽ അതിലുണ്ട്. വബിഹംസത്തിൽ കറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വ സയ്യിദിശ് ശുഹദാഇ. ഹംസ റളിയല്ലാഹു കൊണ്ടുള്ള തവസ്സുലാണ്. എന്നപോലെ തവസ്സുൽ അത് കഴിഞ്ഞിട്ട് യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഫീ ഹാജതി ഹാദിഹി ലിതഖ്ലിയ ലി, ഈ ആവശ്യത്തിൽ അങ്ങേ ഞാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് വിളിക്കുകയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചാലും ബദരീങ്ങളെ വിളിച്ചാലും മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചാലും ഡിഫാൻ ശൈഖിനെ വിളിച്ചാലും എല്ലാം നൽകുന്നത് ജഗനിയന്താവും സർവാധിപനും സർവ്വലോക രക്ഷിതാവുമായ അള്ളാഹുവാണ്. അള്ളാഹ് നൽകാത്തൊന്നുമില്ല. അള്ളാഹു അവർക്ക് കൊടുക്കുന്ന കഴിവ് കൊണ്ട് അവർ സഹായിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ വിളിക്കാൻ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. മാത്രമല്ല, അപ്പൊ ഒരു സംശയം ഉണ്ടാകും, ഇത് റസൂലുള്ളാഹിന്റെ കാലത്ത് വന്നിട്ടല്ലേ ഇപ്പം നിങ്ങൾ നടത്തുന്ന അങ്ങനാണോ? ഇതേ സംഭവം ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ റസൂലുള്ളാഹി വഫാത്തായി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സാരഥ്യം ഏറ്റെടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത സമയത്ത് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ ഇതുപോലെ വന്നു. അപ്പൊ ഇതേ ദുആ പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം ആ ദുആ ചെയ്തു. അതിൽ തവസ്സുലുണ്ട്, ഇസ്തിഗാസയുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. കിതാബുകളിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് ഇവർ എതിർപ്പായി പറയുന്നത്. മുഹയ്യിദ്ദീൻ, നമ്മൾ ഖുതുബിയത്ത് തുടങ്ങുമ്പോൾ തന്നെ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ടവരുടെ ബൈത്ത് ചെല്ലാറുണ്ട്. യാ ഗാറത്തല്ലാഹി ഹുസ്സിസ്സൈറ മുസ്രിഅതൻ ഫി ഹല്ലി ഉഖദതിനാ يا غارة الله نبتأت غارة الأرحام وابتعدت أسرع شيء غارة الله يا غارة الله حسن الثير مسرعة في حل عقدتنا يا غارة الله. കുതുബിയത്ത് ചൊല്ലുന്ന ഓരോ മുസ്ലിമും അവർ വുളു എടുത്തിട്ടാണ് വന്നത്. അള്ളാഹുവിന് ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട്. എന്നിട്ടിരുന്ന് ഫാത്തിഹ ഓതുന്നുണ്ട്, ഇഖ്ലാസ് ഓതുന്നുണ്ട്, മുഅവ്വദത്തൈനി ഓതുന്നുണ്ട്, അവിടുന്ന് ദുആ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് റബ്ബിനോട് പറയുകയാണ്. ആ ബൈത്ത് പഠിപ്പിച്ചതും ശൈഖ് ജീലാനിയാണ്. ഇന്നബ്തഅത് ഗാറത്തുൽ അർഹാമി വബ്തഅദത്, കുടുംബ ബന്ധത്തിന്റെ സഹായമൊക്കെ വിദൂരത്തായാൽ, പ്രതീക്ഷയുള്ള സഹായമൊക്കെ മുറിഞ്ഞു പോയാൽ, ഇന്നബ്തഅത് ഗാറത്തുൽ അർഹാമി വബ്തഅദത് അന്നാ ഫഅസ്റഉ ശൈഇൻ ഗാറത്തുല്ലാഹി, അള്ളാഹുവിന്റെ സഹായമാ ഉളരി വരാനുള്ളത്. അത് പറഞ്ഞിട്ട് യാ ഗാറത്തല്ലാഹി ഹുസ്തിത്തൈറ മുസ്രിഅതൻ ഫി ഹല്ലി ഉഖദതിനാ യാ ഗാറത്തല്ലാഹി എന്ന് പറഞ്ഞ അള്ളാഹിനോട് ഇങ്ങനെ വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായി മുഅ്മിൻ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നുള്ള ബൈത്തിൽ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ മദ്ഹ് പറയുന്നു. മുഹയ്യിദ്ദീൻ ശൈഖിന്റെ മദ്ഹ് പറയുന്നു. മദ്ഹ് പറഞ്ഞിട്ട് ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരെ വിളിക്കുന്നു, അവരുടെ ഇസ്തിഗാസ ചെയ്യുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ദുആർക്കുന്നു. ഇതാ ഖുതുബിയത്ത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്ന വളരെ പവിത്രതയുള്ള ഇബാദത്ത് ഖുർആനോത്തത്തിൽ നടക്കുന്നുണ്ട്. മുഹയ്യിദ്ദീൻ മഹാന്മാരെ മുൻനിർത്തൽ അതിൽ നടക്കുന്നുണ്ട്. തവസ്സുൽ അതിലുണ്ട്, ഇസ്തിഗാസയുണ്ട്, ദുആ അതിലുണ്ട്, ദിക്ർ അതിലുണ്ട്, സ്വലാത്ത് അതിലുണ്ട്.
ഇതെല്ലാം കൂടി നടക്കുന്ന ഒരു ഇബാദത്ത്, അതാണ് യഥാർത്ഥത്തിൽ ഖുതുബിയത്ത് എന്ന് പറഞ്ഞത്. അത് ചെയ്യുമ്പോൾ അതിൻ്റെ പേരിലാണ് മുസ്ലിമീങ്ങളൊക്കെ ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന് മുജാഹിദ് പറയുന്നത്. നാം മനസ്സിലാക്കണം. ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം, എൻ്റെ പ്രിയപ്പെട്ട SYS-കാരെ, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ജമാഅത്തിന്റെ കാരണവന്മാരെ, ഇവര് ഈ വിഭാഗങ്ങൾ എന്നുള്ളത്, പുത്തനാശയക്കാരൻ എന്നുള്ളത് കേവലം രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കൊടികളെ പോലത്തെ വൈജാത്യമാണെന്ന് തെറ്റിദ്ധരിച്ചു പോവരുത്. ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലകൾക്കാണ് കോട്ടം തട്ടിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാ. കണ്ടില്ലേ, നമ്മൾ മക്ബറയിൽ പോകും. എന്തിനാ മക്ബറയിൽ പോകുന്നത്? ഇവിടുന്ന് ദുആ ചെയ്താൽ പോരെ? അത് മഹാന്മാരെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അവർക്ക് പവർ ഉണ്ടെങ്കിൽ മരണശേഷവും അവർക്ക് പവർ ഉണ്ടാകും. അതാരാ പഠിപ്പിച്ചത്? ഖുർആൻ പഠിപ്പിച്ചു. അം ഹസിബല്ലദീന ജതറഹു സയ്യിആതി അൻ നജഅലഹും കല്ലദീന ആമനുല്ലദീന വഅമിലുസ് സ്വാലിഹാത്ത് സവാഉൻ മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ആയത്ത് വിശദീകരിക്കാൻ സമയമില്ല, അതിലൊറ്റ പദം വിശദീകരിക്കുന്നു. സവാഉൻ മഹ്യാഹും വമമാതുഹും, അവരുടെ ജീവിതവും മരണവും സമമാണ്. ഏത് വിഷയത്തിൽ? ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫിൽ ബഹ്ജതി വൽ കറാമത്തി, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ആദരവാകുന്ന കറാമത്ത്. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് ജീവിതകാലത്ത് കറാമത്തുണ്ടെങ്കിൽ മരണശേഷവും ബഹുമാനപ്പെട്ടവർക്ക് കറാമത്തുണ്ടാകും. ആ കറാമത്ത് മരണശേഷം ഉണ്ടാകും, ആദരവ് മരണശേഷം ഉണ്ടാകും. ജീവിതകാലത്ത് അവരുടെ അടുക്കൽ പോകും പോലെ തന്നെ മരണശേഷം അവരുടെ ഖബറിന്റെ പരിസരത്ത് ചെല്ലുമ്പോൾ അവിടുന്ന് ദുആക്ക് ഉത്തരം കിട്ടും. വജറബസ്തിജാബത്തു ദുആഇ ഇൻദ ഖുബൂരി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ ഖബറിന്റെ അടുക്കൽ ദുആക്ക് ഉത്തരം കിട്ടൽ പതിവാണ്. തഫ്സീർ റൂഹുൽ ബയാൻ നോക്കിയാൽ കാണാം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധ റൗദയിലേക്ക്, പരിശുദ്ധ ഖബറിന്റെ അടുക്കലേക്ക് സ്വഹാബത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ മഴ കിട്ടാതെയായി. അപ്പൊ എന്താ ചെയ്തത്? ഒരു സ്വഹാബി നേരെ പോയി റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ജാറത്തിൽ പോയി എന്ന് വഹാബികൾ പറയുമ്പോൾ ആ മക്ബറയിലേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, ഇസ്തസ്ഖിലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകു, അങ്ങയുടെ ഉമ്മത്തിന് മഴ വർഷിപ്പിച്ചതിന് മഴ വേണം നബിയെ, ഫഇന്നഹും ഖദ് ഹലകു, അവർ നശിക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ സ്വഹാബി ബിലാൽ ഇബ്നു ഹാരിസ് മുസ്നി റളിയല്ലാഹു അൻഹു ആണ് എന്ന് ഇബ്നു ഹജറിൽ അസ്ഖലാനി അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്. പിന്നീട് കടന്നുറങ്ങി ഉറക്കത്തിൽ മുത്തുനബിയെ കാണുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യതി ഉമറ, ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ പോവണം, എന്നിട്ട് അവരോട് പറയണം അന്നഹും മുസ്ഖൂൻ, മഴ വർഷിപ്പിക്കപ്പെടുമെന്ന് പറയണം. ഇസ്തിഗാസ ചെയ്തു എന്ന് മാത്രമല്ല, മഖ്ബറയിൽ പോയിട്ട് റസൂലുള്ളാഹിനോട് നേരിട്ട് ചോദിച്ചു എന്ന് മാത്രമല്ല, നേരിട്ട് ചോദിച്ചിട്ട് ഉത്തരം കിട്ടുമെന്ന സന്തോഷ വാർത്ത ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഖലീഫയുടെ ദർബാറിൽ പോയി പറയണം എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. നമ്മളൊക്കെ ഹബീബായ മുത്തുനബിയോട് സ്നേഹം വേണം. നമുക്കൊക്കെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പാരമ്പര്യത്തിന്റെ പവിത്രപാതയിൽ അടിയുറച്ച് നിലകൊള്ളണം. അത് മാത്രമാണ് സത്യത്തിന്റെ പാന്താവ് എന്ന് ഒരണുയുടെ വ്യത്യാസമില്ലാതെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ആശങ്കയുള്ളവരാവരുത്, സംശയമുള്ളവരാവരുത്, ആശങ്കപ്പെടേണ്ടവരാവരുത്. നമ്മുടെ ഉപ്പാപ്പമാരുടെ പവിത്രമായ പാരമ്പര്യം, ആ പാരമ്പര്യത്തിൽ അടിയുറച്ച് നമ്മൾ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും വേണം. സ്വഹാബത്ത് കാണിച്ചു തരാത്ത ഒരു മാർഗം നമ്മൾ അനുധാവനം ചെയ്യുന്നു. അവരാണ് നമുക്ക് തറാവീഹ് 20 പഠിപ്പിച്ചത്, അവരാണ് ഖുത്ബ അറബി ഭാഷയിലാണെന്ന് പഠിപ്പിച്ചത്, അവരാണ് നമുക്ക് ഉറുക്ക് പഠിപ്പിച്ചത്, അവരാണ് നമുക്ക് മന്ത്രം പഠിപ്പിച്ചത്, അവരാണ് നമുക്ക് നേർച്ച പഠിപ്പിച്ചത്. ഇങ്ങനെ ഏതൊക്കെ ആചാരങ്ങൾ എടുത്തു നോക്കിയാലും അതിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വഹാബത്തിന്റെ പ്രവർത്തനം കാണാം, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് കാണാം, അവർ കാണിച്ചെന്ന മാർഗം കാണാം. അതിനെയൊക്കെ അനുധാവനം ചെയ്യണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ ഒറ്റ കാര്യം കൂടി കൂട്ടി പറയട്ടെ, നമ്മളൊക്കെ സംഘടനാ പ്രവർത്തന രംഗത്ത് സജീവമാവണം. കാരണം അത് ആഖിറത്തിലേക്കുള്ള പ്രവർത്തനമാണ്. ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബ്ദില്ല, ഒന്നുറക്കെ തർദിയത്ത് ചൊല്ലുമോ? ജഅഫർ ഇബ്നു അബ്ദില്ല, ജഅഫർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു ശാമിലേക്ക് വിശുദ്ധ ദീനിന്റെ പ്രബോധനത്തിന് പോകുകയാണ്. മാസങ്ങളുടെ വഴി ദൂരമുണ്ട്. നടന്നു നടന്ന് ചെന്ന് അവിടെ എത്തിയപ്പോൾ കാലിന് മുറി ബാധിക്കുന്നു. ഡോക്ടർ അടുക്കൽ കൊണ്ടുപോയി കാല് മുറിക്കാൻ പറഞ്ഞു. അതാ കാല് മുറിക്കാൻ ഒരുങ്ങുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ബോധം കെടുത്തണം, അതിന് നിങ്ങൾ ബോധം കെടുത്താനുള്ള മരുന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ മരുന്ന് കൊണ്ടുവരാൻ പോകുന്നത് കണ്ടപ്പോൾ ജഅഫർ റളിയല്ലാഹു അൻഹു
അവിടുന്ന് ഡോക്ടറോട് പറയുന്നു, എൻ്റെ ബോധം കെടുത്തേണ്ടതില്ല. കാരണം എനിക്ക് ബോധത്തോടെ ദിക്റ് ചൊല്ലാൻ കഴിയണം. ഞാൻ ദിക്റ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെൻ്റെ കാല് മുറിച്ചോ, അതെനിക്കൊരു വിഷയവും അല്ല എന്നങ്ങ് പറഞ്ഞ് കാല് മുറിക്കാൻ നീട്ടിയങ്ങ് വെച്ച് കൊടുത്ത് ആ കാലിങ്ങനെ മുറിക്കുമ്പോൾ ജഅഫർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു ദിക്ർ ഇങ്ങനെ ചൊല്ലുകയാണ്. ദിക്റിൽ മുഴുകി ഇങ്ങനെ നിൽക്കുകയാണ്. കാല് മുറിച്ച് കാലിങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതാ അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടൊരു വാക്ക് പറഞ്ഞു, എൻ്റെ കാരണവന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമ്മൾ ആലോചിക്കണം. ജഅഫർ റളിയല്ലാഹു അൻഹു ആ കാലിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. ഇന്ന ഖത്ത മിന്നീ റിജ്ലായ, എൻ്റെ രണ്ട് കാല് നീ പിടിച്ചാൽ, നീ കൊണ്ടുപോയാൽ, കം ആഫൈതനി മിൻ അല്ലാഹ്, എത്ര അവയവത്തിന് എനിക്ക് ശക്തിയുണ്ട്, ആരോഗ്യമുണ്ട്, അതുകൊണ്ട് ഈ കാല് പോയത് എനിക്ക് പ്രശ്നമല്ലെന്ന് പറഞ്ഞ് ആ കാലിലേക്ക് നോക്കിയിട്ടൊരു വാക്ക് പറഞ്ഞു, മാ ഖതഅതു ബിഹി ഇലാ ഖതിഅത്തിൻ, ഞാൻ ഇതുകൊണ്ടൊരു തെറ്റിലേക്കും നടന്നിട്ടില്ല. നമുക്കങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതം വേണ്ടേ? സംഘടനയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ, SYS-നോട് നടക്കുമ്പോൾ, മുസ്ലിം ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദുന്യാവിൽ ഒരു പക്ഷേ നമുക്ക് വലിയ സ്ഥാനം ഉണ്ടാവണം എന്നില്ല. പലരും നമ്മെ കുറ്റപ്പെടുത്തും, പക്ഷേ അത് ആഖിറത്തിലേക്കുള്ള സമ്പാദ്യമാണ്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. അല്ലാഹു നമുക്ക് നല്ലതിന് തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك سيدنا مولانا محمد. അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടി ഈ ആദർശ സമ്മേളനം കാസർഗോഡ് മഞ്ചേശ്വരത്ത് ആരംഭിച്ചത് മുതൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വന്യരായ മുഹമ്മദ് മാഷല്ലാഹുവേ, നീ ആഫിയത്തും ബറക്കത്തുമുള്ള ഇസ്സത്ത് പ്രദാനം ചെയ്യണം റഹ്മാനെ. ഈ സ്റ്റേജിൽ ഞാൻ വളരെ ആദരിക്കുന്ന ഉസ്താദുമാർ, വന്യരായ ദേവറശോല ഉസ്താദ്, അല്ലാഹുവേ നീ ആഫിയത്തും ഇസ്സത്തുമുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ദാരിമി ഉസ്താദ്, നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഇവരുടെയൊക്കെ ക്ലാസ് കേട്ട്, പ്രസംഗം കേട്ട് ദീനിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറിയ ഖാദിമീങ്ങളാണ്. നീ ഞങ്ങൾക്ക് തൗഫീഖുകൾ അധികരിപ്പിച്ചു തരണം റഹ്മാനെ. ഞങ്ങളുടെ നേതാക്കന്മാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ച മുസ്ലിം ജമാഅത്തിന്റെ കാരണവന്മാർ, SYS-ന്റെ പ്രവർത്തകർ, SSF-ന്റെ കൂട്ടുകാർ, എല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാം നാളെ മരണപ്പെട്ട് നിന്റെ കോടതിയിൽ വരുമ്പോൾ ഞങ്ങളുടെ ഹസനാത്തിന്റെ പട്ടികയിൽ ഈ ഒരുമിച്ച് കൂടലും പ്രസംഗവും ഇരുത്തവും ചർച്ചയും എല്ലാം നീ ഉൾപ്പെടുത്തണം റഹ്മാനെ, ഉൾപ്പെടുത്തണം അല്ലാ. ഈ മഹല്ലിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശത്തിൽ നീ ഐക്യം കൊടുക്കണം റഹ്മാനെ, നീ നിലനിർത്തണം റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നീ സ്വീകരിക്കണം അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞാനും തൊട്ടടുത്തൊരു അയൽവാസിയാണ്, ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരാറുണ്ട്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.